ഉത്തമപാളയത്തിൽ നിന്നും പുറപ്പെട്ട സംഘത്തിൽ 30 പേരുണ്ടായിരുന്നു. പാണ്ഡ്യരാജസ്ഥാനിയുടെ പ്രത്യേക ആജ്ഞയാണ് 2 ദിവസത്തിനുള്ളിൽ പന്തളം മന്നനെ മുഖം കാണിക്കണമെന്ന്. പയറ്റി തെളിഞ്ഞ വില്ലാളികളും മല്ലന്മാരുമുണ്ട് കൂട്ടത്തിൽ. 3 കാളവണ്ടികൾ. പാണ്ഡ്യനാട്ടിലെ ഉശിരൻ മൂരികൾ ആഞ്ഞു വലിച്ചു. വണ്ടിക്കുള്ളിൽ വലിയ പേടകങ്ങളാണ്. അതിനുള്ളിൽ വിവിധങ്ങളായ ആയുധങ്ങൾ. ഒരെണ്ണത്തിൽ പലതരം വാളുകൾ. വളയാത്ത വായ്ത്തലയുള്ളവ ഒരു പെട്ടിയിൽ. ഇരുവശത്തും മൂർച്ചയുള്ളവ വേറൊരെണ്ണത്തിൽ. നേപ്പാളിൽ നിന്നും ശേഖരിച്ച ഖുക്രി വാളുകളും കൂട്ടത്തിലുണ്ട്. വില്ല്, വിവിധേന അമ്പുകൾ, കുന്തം, മഴു, അങ്ങനെ വലിയൊരു ശേഖരമാണ് 3 വണ്ടികളിലും. കാവലായി 10 വേൽക്കാർ, വില്ലാളികൾ, മല്ലന്മാർ. ഹോയ് ഹോയ്! വണ്ടിക്കാരൻ ചാട്ട കൊണ്ട് കാളകളെ അടിച്ചു. പ്രതിഷേധിച്ച് തലകുലുക്കിക്കൊണ്ട് അവ ആഞ്ഞു നടന്നു. കമ്പം തേനി കടന്ന് മല കയറുമ്പോൾ യാത്ര ഇനി നാളെ മതിയോ എന്ന് അവർ ആലോചിക്കാതിരുന്നില്ല. പക്ഷേ രാജസ്ഥാനിയെ ധിക്കരിക്കാൻ പാടില്ലല്ലോ. മല്ലന്മാർ കയ്യിലേന്തിയ വലിയ തീവട്ടികളുടെ വെളിച്ചത്തിൽ അവർ മലമ്പാത കയറി. ഏറ്റവും മുന്നിലായി നെഞ്ചു വിരിച്ച് നടക്കുന്ന പാണ്ഡ്യൻ കറുപ്പനാണ് സംഘത്തലവൻ. അയാളുടെ എണ്ണക്കറുപ്പുള്ള കാലിരുമ്പ് ശരീരത്തിൽ നിറയെ വിയർപ്പ് തുള്ളികൾ. പാണ്ഡ്യരാജന് അധികാരം നഷ്ടപ്പെട്ടിട്ട് നാളുകളേറെയായി. ചോളരാജൻ കൽപ്പിച്ചു കൊടുത്ത തെരുവിൽ കഴിയുകയാണ് ഇപ്പോഴത്തെ രാജസ്ഥാനിയും ബന്ധുക്കളും. ഒരവസരം എന്നെങ്കിലും വരുമെന്നും അന്ന് ശക്തമായി തിരിച്ചടിക്കുമെന്നൊക്കെയുള്ള ഉറച്ച വിശ്വാസമുണ്ട്. പുലിപ്പതാക കീറിയെറിഞ്ഞ് ഇരട്ടമീൻ കൊടി പാറിക്കുമെന്ന് ശപഥം ചെയ്തിട്ടുണ്ട് പാണ്ഡ്യവംശജർ. ചിതറിപ്പോയ ബന്ധുക്കളെ മുഴുവൻ തിരികെ കൊണ്ടുവരാൻ കഴിയുമെന്നും കരുതുന്നു. അതിനായി ചിലപ്പോൾ ഏറെ നാൾ കാത്തിരിക്കേണ്ടി വന്നേക്കാം. പാണ്ഡ്യരാജവംശത്തിൻ്റെ തായ്വഴിയിൽപ്പെട്ട പന്തളം നാടുവാഴികൾക്കുള്ള സഹായം ഇക്കുറി മുടക്കിയിട്ടില്ല. മുമ്പൊക്കെ പറക്കണക്കിന് നെല്ലും പച്ചക്കറികളും പണ്ടങ്ങളും ഒക്കെയായി 20ഓളം കാളവണ്ടികൾ മധുരയിൽ നിന്നും പന്തളത്തെത്തുമായിരുന്നു. ഇന്നിപ്പോൾ അത് 3 ചുരുങ്ങി. ഇരുട്ട് വല്ലാതെ കനക്കുന്നു, ഒപ്പം തണുപ്പും. ഇനിയുള്ള യാത്ര അപകടമാണ്. ആനത്താരകളുണ്ട്. പുലി ഇറങ്ങാനിടയുണ്ട്. വണ്ടിപ്പെരിയാർ എത്തിയപ്പോൾ വിശ്രമിക്കാൻ കറുപ്പൻ ആജ്ഞ നൽകി. കാളകളെ അഴിച്ച് മരത്തിൽ കെട്ടി. അവയ്ക്ക് വെള്ളവും വണ്ടിയിൽ കരുതിയിരുന്ന കച്ചിലും നൽകി. കറുപ്പൻ എല്ലാവരെയും ശ്രദ്ധിച്ചു. നന്നായി നടന്ന് കുഴഞ്ഞിട്ടുണ്ട്. അയാൾക്ക് നല്ല ക്ഷീണം തോന്നി. കയ്യിൽ കരുതിയ ഭക്ഷണം അവർ പങ്കിട്ട് കഴിച്ചു. തീവട്ടികളിൽ എണ്ണ പകർന്നു. നിലത്തുറപ്പിച്ചു നിർത്തി. അയ്യ, ഈ ഏർപ്പാടുകളൊക്കെ ഇനി നിർത്തിക്കൂടെ? മുമ്പ് അധികാരവും സിംഹാസനവും ഒക്കെ ഉണ്ടായിരുന്നപ്പോൾ ചെയ്തത് മനസ്സിലാക്കാം. ഇന്നിപ്പോൾ കയ്യിലൊന്നും ഇല്ലല്ലോ. പിന്നെ എന്തിനാണ് കൊല്ലന്മാർക്ക് ഇല്ലാത്ത പണം കൊടുത്ത് ഈ വാളും പരിചയമൊക്കെ ഉണ്ടാക്കുന്നത്? മുനിയാണ്ടിയുടെ ചോദ്യമാണ്. കറുപ്പൻ ചിരിച്ചു. അവർ പറയുന്നു, നമ്മൾ അനുസരിക്കുന്നു. പണ്ടുകാലം തൊട്ടേ പാണ്ഡ്യരാജാക്കന്മാർ പന്തളത്ത് മന്നന് സഹായം എത്തിക്കുമായിരുന്നു. അവരൊക്കെ ഒരേ തായ്വഴിയാണ്. പന്തളം കൊട്ടാരത്തിലും മീനാക്ഷിയമ്മൻ കോവിലൊക്കെ ഉണ്ടെന്നാണ് കേട്ടിട്ടുള്ളത്. കഴിഞ്ഞ കൊല്ലം ഒന്നും കൊണ്ടുപോയില്ല. ഇക്കുറി ആയുധങ്ങൾ കൂടുതൽ വേണമെന്ന് പന്തളം മന്നൻ ആവശ്യപ്പെട്ടെന്നും കേട്ടു. പന്തളത്തെന്തോ വലിയ പടയൊരുക്കം നടക്കുന്നുണ്ട്. ആ തിരുടൻ ഉദയൻ ഇപ്പോഴും കരിമലയിൽ എവിടെയോ ഉണ്ട്. കാട്ടുകള്ളൻ. മുനിയാണ്ടി കറുപ്പൻ്റെ അടുത്ത് ചെന്ന് പതിയെ പറഞ്ഞു. വേറൊന്നുകൂടി കേട്ടിരുന്നു. കാട്ടിൽ മലയരയന്മാർ പടയൊരുക്കുന്നുണ്ടെന്ന്. നേരാണോ എന്തോ? ആ, ഞാനും കേട്ടു. കാട്ടുകൂട്ടവും നാട്ടുകൂട്ടവും ചേർന്ന് ഉദയനെ തീർക്കാനാണ് പദ്ധതി എന്നാണ് കേട്ടത്. കറുപ്പൻ മങ്ങിത്തുടങ്ങിയ തീവട്ടികളിൽ അല്പം കൂടി എണ്ണ പകർന്നു. വെളിച്ചമുള്ളത് കൊണ്ട് ആന അടുക്കില്ല. പക്ഷെ പുലിയെ പേടിക്കണം. നരിയും വരയം പുലിയും ഒക്കെ ഇറങ്ങുന്ന കാടാണ്. കറുപ്പൻ കയ്യിൽ കരുതിയ കഞ്ചാവ് ചുരുട്ട് പുറത്തെടുത്തു. തീ കൊളുത്തി ആഞ്ഞു വലിച്ചു. അയാളുടെ ചുവന്ന കണ്ണുകൾ കൂടുതൽ തീഷ്ണമായി. കൊടും തണുപ്പ് വകവയ്ക്കാതെ അവർ കിടന്നുറങ്ങി. ചീവീടിൻ്റെ ശബ്ദവും ഇടയ്ക്കിടെയുള്ള കാളകളുടെ മുക്രയിടലും മാത്രം. ചിലപ്പോൾ അവറ്റകളുടെ കുടമണിക്കിലുക്കവും. അർദ്ധരാത്രി. ഇരുട്ട് കനത്തു. കോടമഞ്ഞിറങ്ങി. മരം കോച്ചുന്ന തണുപ്പ്. അവർ ചാരിയിരുന്നുറങ്ങുന്ന മരങ്ങൾക്ക് മുകളിൽ പതിയിരിക്കുന്ന അപകടത്തെക്കുറിച്ച് ആരും അറിഞ്ഞില്ല. കാട്ടുവള്ളികളിൽ തൂങ്ങി കുറേ നിഴൽ രൂപങ്ങൾ താഴേക്കിറങ്ങി. അല്പം പോലും ശബ്ദം പുറത്തു വന്നില്ല. അവർ തീവട്ടികളുടെ വെളിച്ചം കെടുത്തി. വേൽക്കാരുടെയും മറ്റും അടുത്തിരുന്ന ആയുധങ്ങൾ ശബ്ദമുണ്ടാക്കാതെ എടുത്തു മാറ്റി. വണ്ടിയിലെ പേടകങ്ങൾ അവർ താങ്ങിയെടുത്ത് പുറത്തു വച്ചു. അപരിചിതരായ കുറേ പേർ അടുത്തു വന്നതിൽ കാളകൾ അസ്വസ്ഥരായി. ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. 2 മല്ലന്മാർ ഞെട്ടി ഉണർന്നു. നിലാവിൻ്റെ അരണ്ട വെളിച്ചത്തിൽ അവ്യക്തമായ കുറേ രൂപങ്ങൾ. അവർ ചാടി എഴുന്നേറ്റു. യാരടാ നീങ്ക? പെട്ടെന്ന് പിന്നിലൂടെ
ഇരുമ്പ് കൂടം കൊണ്ട് ഊക്കനടി. തലച്ചോറ് ചിതറി അവർ നിലത്ത് വീണു. പടയാളി സംഘം ഞെട്ടി ഉണർന്നു. എല്ലാവരും അടുത്തുണ്ടായിരുന്ന ആയുധങ്ങൾ തിരഞ്ഞു. തിരിച്ചൊന്നും ചെയ്യാനാകാത്ത അവസ്ഥ. ആ ഗൂഢസംഘം അവരെ തലങ്ങും വിലങ്ങും തല്ലി. ഗദയും കത്തിയും വിഷം പുരട്ടിയ അമ്പും കൊണ്ടാണ് അവർ പാണ്ഡ്യസംഘത്തെ ആക്രമിച്ചത്. ഒരു സ്ത്രീയാണ് നേതാവ്. എല്ലാം കണ്ടും ആജ്ഞകൾ നൽകിയും അവൾ കളം നിറഞ്ഞു. കൂട്ടത്തിൽ ഏറ്റവും അപകടകാരി അവളായിരുന്നു. എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നവരെ ഇരുമ്പ് കൂടം കൊണ്ട് അവൾ അടിച്ചു വീഴ്ത്തി. കഞ്ചാവിൻ്റെ കെട്ടുവിട്ട കറുപ്പൻ അവളുടെ രൂപം കണ്ട് ഭയന്ന് നിലവിളിച്ചു. അവൾക്ക് വലിയ 2 കൊമ്പുകൾ. അയാൾ രണ്ടാമതൊന്ന് ചിന്തിക്കുന്നതിന് മുന്നേ തലയിൽ കൂടം കൊണ്ടടി. നിലത്ത് നിന്ന് എഴുന്നേൽക്കാൻ പോലും ആകാതെ അയാൾ പ്രാണൻ വിളിച്ചു. അവൾ ചുറ്റും നോക്കി. ഇത്തിരിയെങ്കിലും ജീവനോടെ ആരെങ്കിലും അവശേഷിച്ചിരിപ്പുണ്ടോ എന്ന്. പാതി ജീവനോടെ പിടയുന്ന മുനിയാണ്ടിയുടെ അടുത്ത് വന്ന് അവൾ വികൃതമായി ചിരിച്ചു. അരയിൽ നിന്ന് ഒരു കത്തിയെടുത്ത് അയാളുടെ കഴുത്ത് മുറിച്ചു. അവളുടെ മുഖം നിറയെ ചോര തെറിച്ചു. എല്ലാവരും മരിച്ചു എന്ന് ഉറപ്പിച്ചപ്പോൾ അവർ വണ്ടികൾ മുഴുവൻ അരിച്ചു പറക്കി. പേടകങ്ങൾ തുറന്നു. ആയുധങ്ങളല്ലാതെ മറ്റൊന്നുമില്ല. അവൾ ആയുധങ്ങളെടുത്ത് നിലത്ത് വച്ചു. ഇഷ്ടമുള്ളതെടുക്കാൻ കിങ്കരന്മാർക്ക് അനുമതി നൽകി. അവർ കയ്യിലെ ആയുധങ്ങൾ കാട്ടിലേക്ക് എറിഞ്ഞു. ഇഷ്ടമുള്ളത് ഓരോരുത്തരായി തിരഞ്ഞെടുത്തു. അവൾ മാത്രം ഒന്നും എടുത്തില്ല. കയ്യിലെ വലിയ കൂടം തന്നെ ധാരാളം. കൊള്ളയടിച്ച മുതൽ കൊണ്ടുപോകാൻ ഒരുങ്ങും മുന്നേ അവൾ അരയിൽ നിന്നും തടിപ്പിടിയുള്ള ഒരു ഇരുമ്പ് ദണ്ടെടുത്തു. തീവട്ടിയിൽ എണ്ണ പകർന്ന് കത്തിച്ച് ഇരുമ്പ് തീയിലേക്ക് കാട്ടി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദണ്ട് ചുട്ടു പഴുക്കാൻ തുടങ്ങി. അവൾ മൃതദേഹങ്ങളുടെ അടുത്തെത്തി. കവിളിൽ ദണ്ട് കൊണ്ട് തൊട്ടു. അതിൻ്റെ അഗ്രത്തുണ്ടായിരുന്ന അടയാളം ഓരോരുത്തരുടെയും മുഖത്ത് പതിഞ്ഞു. എരുമയുടെ മുഖം. ഓരോ മുഖത്തും ആ അടയാളം ചാപ്പ കുത്തുമ്പോൾ അവളുടെ മുഖം തെളിഞ്ഞു. ചുറ്റും നിന്ന അനുചരന്മാർക്കും സന്തോഷം. അവൾ തലയിൽ ധരിച്ചിരുന്ന എരുമയുടെ കൊമ്പുകൾ ഘടിപ്പിച്ച വളയം ഒന്നുകൂടെ ഉറപ്പിച്ചു. നേരം പുലർന്നപ്പോൾ കമ്പം വഴി പോയ നാട്ടുകാർ ഭയന്ന് വിറച്ചു. കുറേ മനുഷ്യർ ചോര വാർന്ന് കിടക്കുന്നു. അറ്റുവീണ കൈകൾ, തുറിച്ച കണ്ണുകൾ. ആ പ്രദേശം മുഴുവൻ ചോര പരന്ന് കിടപ്പുണ്ട്. എങ്ങും ചിതറിക്കിടക്കുന്ന മാംസകഷ്ണങ്ങൾ, ചുവന്നു നനഞ്ഞ വസ്ത്രങ്ങൾ. തലക്കടിയേറ്റ് കിടക്കുന്നവരിൽ പലരുടെയും മുഖം തിരിച്ചറിയാൻ തന്നെ കഴിയുന്നില്ല. തങ്ങളുടെ യജമാനന്മാർക്ക് എന്താണ് സംഭവിച്ചതെന്നറിയാതെ കണ്ണുമിഴിച്ചു നിൽക്കുന്ന കാളകൾ. കാളവണ്ടികളിൽ ഉയർത്തിയ ഇരട്ടമീൻ കൊടിയിൽ നിന്നും അത് പാണ്ഡ്യനാട്ടിൽ നിന്നും പന്തളത്തേക്ക് പോയവരാണെന്ന് മനസ്സിലായി. സംഭവമറിഞ്ഞ് ഓടിയെത്തിയവരിൽ പലരും ഛർദ്ദിച്ചു, തലകറങ്ങി വീണു. മൃതദേഹങ്ങളുടെ അടുത്തേക്ക് ധൈര്യം സംഭരിച്ച് ചെന്ന് നോക്കിയവർ ഞെട്ടി. എല്ലാവരുടെയും മുഖത്ത് പൊള്ളിയ പാടുകൾ. അതിൽ എരുമയുടെ മുഖം. ഇതാരാണ് ചെയ്തത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടായിരുന്നില്ല. ഇതവൾ തന്നെ, മഹിഷി.